ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ത്രെഡ് മാജിക്. ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം, ആദ്യം തന്നെ പറയാണ്. ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മെഷീൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും കട്ടിങ്, സ്റ്റിച്ചിങ്, ഹാൻഡ് എംബ്രോയ്ഡറി, എല്ലാ ഡിസൈനുകൾ, അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് ചെയ്യാനാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉഷ ജാനം അലർ സേവിങ് മെഷീൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. പിന്നെ വീട്ടിലേക്ക് ഏത് മെഷീൻ വാങ്ങണമെന്ന് ചിന്തിച്ച് നിൽക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു മെഷീൻ. ഇതിൽ എല്ലാത്തരം വർക്കുകളും ചെയ്യാൻ പറ്റും, അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോണ ഇതിൻ്റെ പെഡലാണ്. ഇതിലാണ് നമ്മൾ കാലുകൊണ്ട് പ്രസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത് ഒന്ന് പ്ലഗിൽ കുത്തുന്നത് കൊണ്ട് ഒന്ന് ഇവിടെ സോക്കറ്റിൽ കുത്തി കൊടുക്കണം, അതിവിടെ ഫിറ്റ് ചെയ്യുക. പിന്നെ മറ്റേ ഭാഗം നമുക്ക് നേരെ പ്ലഗിൽ കുത്തുക. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് വരുന്ന പവർ പ്ലഗ് ഓണാക്കി കഴിയുമ്പോൾ LED ബൾബ് കത്തുന്നതാണ്. പിന്നെ ഈ മെഷീൻ്റെ മുകൾ ഭാഗത്തായിട്ട് സെലക്ടറും പിന്നെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇതിൽ കാണിക്കുന്ന ഇവിടെ ഈ 4 വെച്ച് കഴിഞ്ഞാലാണ് നമ്മൾ നോർമൽ സ്റ്റിച്ച്, പിന്നെ 7 ആക്കി കൊടുക്കണം. പിന്നെ ഇത് വരുന്നത് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. 2ലോ 3ലോ 4ലോ നമുക്ക് ഇഷ്ടമുള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് അതിനനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് മാറും. പിന്നെ ഈ മെഷീൻ്റെ ഇവിടെ ആയിട്ട് ലിവർ കണ്ടോ, ഇത് ഫുട്ട് ലിവർ, ഇതിങ്ങനെ പൊക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. പിന്നെ ഇതിൽ ഇവിടെ കാണിക്കുന്നത് നൂല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ മെഷീൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതവിടെ ബാക്കിൽ ഇവിടെ ഇങ്ങനെ കാണിക്കുന്ന അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫൂട്ട് പെട്ടെന്ന് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് ഫിറ്റ് ചെയ്യണമെങ്കിലും അതേപോലെ നേരെ ഇങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ഫിറ്റായി. പിന്നെ ഇവിടെ കണ്ടോ, ഇതൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റിയ ഓരോ തരം സ്റ്റിച്ചുകളാണ്, A തൊട്ടിട്ട് G വരെ. ഇതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ പലതരം സ്റ്റിച്ചുകളും കിട്ടും. ഇവിടെ സെലക്ടറിൽ പോയിട്ട് ഏതാണോ സ്റ്റിച്ച് വേണ്ടി, നോർമൽ ആണെങ്കിൽ A, Bയും നോർമൽ സ്റ്റിച്ചിന് കിട്ടും. പിന്നെ C വരുമ്പോൾ സിഗ്സാഗ് ആണ് കിട്ടുക. അപ്പോൾ ഏതാണോ വേണ്ടത് അത് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ റെഡിയാക്കി എടുത്താൽ മതി. പിന്നെ അടുത്ത ഇതിൽ വരുന്നത് അവിടെ കണ്ടോ, ഒരു ബോക്സ് പോലെ, ഇതിങ്ങോട്ട് ഊരി മാറ്റണം. എന്നിട്ട് ഇതിങ്ങോട്ട് തുറന്നു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഉള്ളിലാണ് ഗേസ്, ബോബിനും ഗേസും വരുന്നത്. ഇതിങ്ങോട്ട് ഊരിയെടുക്കുക. അങ്ങനെ ഇനി പ്രസ് ചെയ്യുമ്പോൾ ആണെങ്കിൽ ഇതങ്ങനെ വെച്ചിട്ട് ആ ഹോൾസിലേക്ക് ഇതാക്കി തള്ളി ഒരു സൗണ്ട് വരും. അങ്ങനെ അടിച്ചെടുക്കുക. പിന്നെ ഇത് കാണിക്കുന്നത് റിവേഴ്സ് സ്റ്റിച്ചാണ്. നമ്മൾ ഡ്രസ്സിൽ പിന്നെ കെട്ടിട്ടെടുക്കൂലേ, പിന്നെ ഡ്രസ്സിൻ്റെ അതവിടെ അഴിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ ആയിട്ടാണ് ഈ നൂലിടുന്നത്, അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് നൂലെടുത്തിട്ട് ബോബിൽ എങ്ങനെ ചുറ്റുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെയാണ് നൂല് ഇടേണ്ടത്. ഇവിടെ നൂലിട്ടതിൻ്റെ ശേഷം നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ ബോബിൻ എടുക്കുന്നത്, ഇവിടെ ഊരിയിട്ട് അതിന്ന് ഗേസ് എടുത്തിട്ട് ഒരു ബോബിൻ എടുക്കുക. എന്നിട്ട് അതിലേക്കാണ് നൂല് ചുറ്റേണ്ടത്. ഈ ബോബിലേക്ക് 2-3 പ്രാവശ്യം നൂലിനെ ഒന്നിങ്ങനെ ചുറ്റി കൊടുത്തതിൻ്റെ ശേഷം ഇത് അതിലേക്ക് ഇവിടെ വെച്ചെടുക്കുക. അതിൻ്റെ ശേഷം ഇതൊന്ന് നീക്കി കൊടുക്കണം. നീക്കി കൊടുത്തിട്ട് പിന്നെ ഇവിടെ കാണുന്നത് ഇതിൻ്റെ വീലാണ്. ഈ വീലൊന്ന് പുറത്തേക്ക് തള്ളണം, എന്നിട്ട് വേണം നൂല് ചുറ്റാൻ. നമ്മളിവിടെ നൂല് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ അത് അങ്ങോട്ട് മാറ്റാം. പിന്നെ വീലും അതേപോലെ ഉള്ളോട്ടാക്കി കൊടുക്കാം. പിന്നെ ഈ നൂല് ചുറ്റിയതിനെ ഇതേപോലെ ബോക്സ് നീക്കിയിട്ട് നേരത്തെ കാണിച്ചില്ലേ, അതേപോലെ പിന്നെ കേസിലേക്ക് ഇട്ടിട്ട് ഇടേണ്ട രീതിയാണ് കാണിക്കുന്നത്. ഒന്നുകൂടി നല്ലപോലെ കാണിച്ചു തരാണ്. ഇത് ഊരിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യാം.
ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു സൗണ്ട് വരും. അതാണ് അതിൻ്റെ കറക്റ്റ് ഒരു ഇത്. അല്ലെങ്കിൽ അത് പുറത്തേക്ക് ചാടിക്കണം. അങ്ങനെ തന്നെ വെച്ചിട്ട് അടയ്ക്കുക. ആ ബോക്സും അടച്ചെടുക്കുക. ഇനി നമുക്ക് സൂചിയിലേക്ക് നൂല് കോർക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ആദ്യം ഈ നൂലെടുത്തിട്ട് ഇത് അതിൽ കൂടെ കടത്താം. പിന്നെ അതിൽ കൂടെ എടുത്തിട്ട് അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ അതിൽ കൂടെ വളച്ച് മുകളിലേക്ക് തന്നെ കൊണ്ടുവരണം. എന്നിട്ട് അവിടെ ഒരു കൊക്ക പോലത്തെ ഇത് കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. എന്നിട്ട് പിന്നെയും താഴോട്ട് കൊണ്ടുവരാം. താഴോട്ട് കൊണ്ടുവന്നതിൻ്റെ ശേഷം അവിടെ ഒരു കുളത്തുണ്ട്, ആ ഒരു ഇതിലേക്ക് ഇതാക്കാം. പിന്നെ താഴെ അതേപോലെ സൂചീൻ്റെ അടുത്ത് ചെറിയൊരു ഇത് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് സൂചിയിലേക്ക് കോർക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇതിലുണ്ട്. മെഷീനിൻ്റെ പ്രത്യേകതയാണ് ഇത്. നൂല് പെട്ടെന്ന് നമുക്ക് കോർക്കാം. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ സൂചിക്ക് നേരെ ഇങ്ങനെ ആക്കി വെച്ചതിൻ്റെ ശേഷം പിന്നെ നൂല് ഇങ്ങനെ വെച്ചെടുത്താൽ മതി. അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കോർത്തിട്ടും വളരെ എളുപ്പമാണ്. കണ്ടോ, ഇവിടെ ഇപ്പോൾ നൂല് കോർത്ത് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ നൂല് കോർക്കാൻ പറ്റും. പിന്നെ ഇതുവരെ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതിന് ഇനി അടുത്തത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ മെഷീൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി എല്ലാവരും പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. എന്നാൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ എല്ലാവർക്കും നന്ദി. ഓക്കെ, ബായ്.